സംശയകരമാണ്. ഈ സംശയകരമായ സാഹചര്യം കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഉള്ളത് എന്നുള്ളതാണ്. മോദി ട്രംപ് ബന്ധം അത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരാൾ വിധേയനും ഒരാൾ വിധേയനാക്കാൻ നിൽക്കുന്നവനുമാണോ എന്ന രൂപത്തിൽ അത് ആ രൂപത്തിലാണ് ആ ബന്ധം നിൽക്കുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം ഒരു കാലത്തും ഇന്ത്യ സ്വീകരിക്കാത്ത ഒരു കാര്യമാണ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മോദി അവിടേക്ക് പോയത്. അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നുള്ള പ്രചാരണത്തിന് അവിടെ പോകുന്നു. അന്ന് തുടങ്ങിയ ബന്ധം ഒരു വിധേയത്വത്തിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ പല കരാറുകളും ഇന്ത്യയെ കുറേ പുകഴ്ത്തി ട്രംപ് നടത്തും. അതിനുശേഷം ട്രംപ് ചില കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും. അത് അംഗീകരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാകുന്നു. ആ രൂപത്തിൽ പോകുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം നോക്കൂ. ആ വിഷയത്തിലടക്കം ഞാൻ പറഞ്ഞിട്ടാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നതെന്ന് പറയുകയാണ്. നമ്മളെ വല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന എത്ര പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ളതാണ്. നല്ല ബന്ധമാണ്, സഹോദര ബന്ധമാണ് എന്ന് പറയുമ്പോഴാണ് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചത്, അല്ലേ? രാജ്യം ഇതുവരെ കാണാത്ത സാഹചര്യങ്ങളാണ്. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വൻ ശക്തികളുമായുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരു ന്യൂട്രലായ നിലപാടുണ്ട്. നമ്മുടെ അധികാര പരിധിയിലേക്ക് കടന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ആർക്കും നടത്താൻ പറ്റാത്ത വിധത്തിലാണ് ഇതുവരെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ട്രംപ് വന്ന ശേഷം ട്രംപ് ഒരു എന്താ പറയുക, ഒരു ഭ്രാന്തൻ എന്ന രൂപത്തിൽ പല കാര്യങ്ങളിലും പ്രതികരിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു രീതികളുണ്ടായിരുന്നു. ആ രീതിയിൽ നിന്നും വ്യത്യസ്തമാകുന്നുണ്ട് പല കാര്യങ്ങളിലും ഒരു വിധേയത്വം വരുന്നത്. ആ വിധേയത്വം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും.